അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. 70,000 മലക്കുകളെ ദുആയും കാവലും നമുക്ക് കിട്ടുന്ന 4 കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ മലക്കുകളുടെ സുരക്ഷ കിട്ടുക, അതുപോലെ മലക്കുകൾ നമുക്ക് വേണ്ടി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് എത്ര വലിയ കാര്യമാണല്ലേ. അതെത്ര വലിയ ഒരു നേട്ടമാണ് നമുക്ക് പടച്ച റബ്ബ് നൽകുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അധികം ആർക്കും അറിയില്ല. ചിലപ്പോൾ ചിലർക്കൊക്കെ അറിയാമെങ്കിലും ആരും അതത്ര കാര്യമാക്കാറില്ല. പടച്ചോന് ചില നേട്ടങ്ങൾ, ചില ഓഫറുകളൊക്കെ നമുക്ക് മുന്നിൽ വെക്കുമ്പോൾ നമുക്ക് തന്നെ സംശയം തോന്നും. ഇത്ര വലിയ ഓഫറോ, ഇത്ര ചെറിയ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഇത്ര വലിയ നേട്ടങ്ങൾ ഉണ്ടാവുമോ? അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളും പലരുടെയും മനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ചിലരൊക്കെ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒത്തിരി പിന്നോക്കമായിരിക്കാം. അതുപോലെ തന്നെ ശൈത്വാന് നമ്മളെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ നമ്മളെയൊക്കെ പിന്തിരിപ്പിക്കുന്നുണ്ട്. ഞാനീ പറയുന്നത് കേട്ടാൽ തന്നെ ചിലപ്പോൾ ശൈത്താൻ നിങ്ങളിതിൽ നിന്ന് പിന്തിരിപ്പിക്കാം. ഇത് ചെയ്യേണ്ട, ഇതിന് അത്രയ്ക്ക് വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ ഒരു വിചാരം നിങ്ങൾക്ക് ഇട്ടുതരും. അങ്ങനെയൊക്കെ ശൈത്വാന് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് നമുക്ക് ഒട്ടേറെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ഈ ഒരു കാര്യം ചെയ്യാൻ പടച്ച റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ലൊരു റാഹത്തുള്ളൊരു ജീവിതം, സമാധാനത്തോടെ സന്തോഷത്തോടെയുള്ളൊരു ജീവിതം പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും നൽകട്ടെ. അതുപോലെ തന്നെ ഇഹലോകവും പരലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഞാനീ പറയുന്ന കാര്യങ്ങളിൽ ഏത് കാര്യവും നിങ്ങൾക്ക് ചെയ്യാം. ഒന്നാമതായിക്കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും ആയത്തുൽ കുർസിയെ, സൂറത്തുൽ ബഖറയിലെ ആയത്താണ്, പരിശുദ്ധമാക്കപ്പെട്ട ആയത്താണ്. ആയത്തുൽ കുർസി അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ആയത്തുൽ കുർസിയെ ഓതുകയാണെന്നുണ്ടെങ്കിൽ, വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതിക്കൊണ്ട് നമ്മൾ പുറത്തിറങ്ങിയാൽ, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ 4 ഭാഗത്തു നിന്നും 70,000 മലക്കുകളുടെ കാവൽ നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഓതിയ ആൾക്ക് 70,000 മലക്കുകളുടെ കാവലാണ് ഉണ്ടാവുക. ആരും ഈ ഒരു ഓഫർ തട്ടിക്കളയരുത്. ആരും ഈ ഒരു കാര്യത്തെ ഉപേക്ഷിക്കരുത്. ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്കറിയാവുന്ന നമ്മുടെ മക്കൾക്ക്, കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് അറിയിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തോളൂന്ന്. അവർ ചെയ്ത നന്മയിൽ ചെറിയൊരു നന്മ നമുക്കും കിട്ടുമല്ലോ. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞു തരാം. ആരെങ്കിലും പ്രഭാതത്തിൽ 3 തവണ 3 പ്രാവശ്യം, ഞാൻ സ്ക്രീനിൽ ചെറിയൊരു ദിക്ർ കാണിക്കുന്നുണ്ട്, വളരെ ചെറിയ ദിക്റാണ്. ഔദു ബില്ലാഹിസ് സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്ന ചെറിയ ദിക്റിനെ 3 പ്രാവശ്യം ചൊല്ലുകയും ശേഷം സൂറത്ത് ഹഷറിലെ അവസാനത്തെ 3 ആയത്ത്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം, സൂറത്ത് ഹഷറിലെ അവസാനത്തെ 3 ആയത്ത് ഓതുകയും ചെയ്താൽ, ഈ പ്രകാരം നമ്മൾ ഈ 2 കാര്യം, അതായത് ഈ ചെറിയ ദിക്ർ 3 തവണ, അതിനുശേഷം സൂറത്തുൽ ഹഷറിലെ അവസാനത്തെ 3 ആയത്തും 1 തവണ ഓതുകയും ചെയ്താൽ, രാവിലെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ അവന് ദുആ ചെയ്യുന്നതാണ് എന്നാണ്. അതുപോലെ തന്നെ ഈ ഒരു കാര്യം നമ്മൾ വൈകുന്നേരമാണ് ചെയ്യുന്നതെങ്കിൽ പ്രഭാതം വരെ 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി, നമ്മുടെ കാവലിന് വേണ്ടി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നതാണ് എന്നാണ്. എത്ര ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ആരും നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും ഉപയോഗപ്പെടുത്താറില്ല. പടച്ച റബ്ബിൻ്റെ ഓരോ കാര്യങ്ങൾ, പടച്ച റബ്ബ് നമുക്ക് ഓരോ അവസരങ്ങൾ ഓരോന്നൊക്കെ നമുക്ക് നൽകുമ്പോഴും, ഓരോ ഓഫർ നമുക്ക് മുന്നിൽ വെക്കുമ്പോഴും ആരും ഇതത്ര വലിയ കാര്യമാക്കാറില്ല. വീണ്ടും നമുക്ക് പ്രയാസങ്ങളാണ്, നമുക്ക് ഓരോ അപകടങ്ങളാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആവരാതിപ്പെടുകയാണ്. പടച്ച റബ്ബ് പറഞ്ഞതൊന്നും നമ്മൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. അപ്പോൾ ഇനി 3ാമത്തെ കാര്യം പറഞ്ഞു തരാം. ആരെങ്കിലും സൂറത്തു ദുഹാൻ 44ാമത്തെ സൂറത്താണ്, രാത്രിയിൽ പാരായണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രഭാതം വരെ 70,000 മലക്കുകൾ അവന് പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്യുന്നതാണെന്ന്. നമ്മളൊക്കെ ഓരോ നിത്യേന ജീവിതത്തിൽ എത്രമാത്രം തെറ്റുകളാണ് ചെയ്യുന്നത് അല്ലേ? ഒരു ഉറുമ്പിൻ്റെ കണക്ക് നമ്മൾ നന്മ ചെയ്താലും, ഒരു ഉറുമ്പിൻ്റെ കണക്ക് നമ്മൾ തിന്മ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതെല്ലാം നമ്മൾ ചെയ്ത കാര്യങ്ങൾ പടച്ച റബ്ബ് അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പരലോകത്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന നമ്മുടെ കിതാബിൽ അതെല്ലാം ഉണ്ടാകും. അണുമണി തൂക്കത്തിൽ നമ്മൾ നന്മ ചെയ്തുവോ തിന്മ ചെയ്തുവോ എല്ലാം അതിലുണ്ടാകും. അപ്പോൾ അത്രയേറെ സൂക്ഷ്മമായിക്കൊണ്ട് പടച്ച റബ്ബ് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ദിനം ഒരു ദൈനത്തിൽ നമ്മൾ എത്ര തെറ്റുകളാണ് ചെയ്യുന്നത്. 70,000 മലക്കുകൾ നമുക്ക് വേണ്ടിയിട്ട് പാപമോചനം തേടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രയോജനം അത് ഉപകാരപ്പെടുത്തല്ലേ വേണ്ടത്.
എല്ലാവർക്കും പടച്ച റബ്ബ് ഇതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നാലാമതായിക്കൊണ്ട് പറയുന്നത് സൂറത്ത് കഹഫ്, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 18ാമത്തെ സൂറത്തായ സൂറത്ത് കഹഫ് പാരായണം ചെയ്യുന്നവന് 70,000 മലക്കുകളെ അള്ളാഹു കാവൽ നൽകുന്നതാണ് എന്നാണ്. സൂറത്ത് കഹഫിന് ഒട്ടനവധി ശ്രേഷ്ഠതകളാണുള്ളത്. നമ്മൾ ജുമാ കഴിഞ്ഞിട്ടൊക്കെ സൂറത്ത് കഹഫ് ഓതുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ്. നമുക്ക് വാക്കുകൾ കൊണ്ടൊക്കെ നമുക്ക് വിവരിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണുള്ളത്. കഴിവതും എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മളാൽ മറ്റുള്ളവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്ത ആ ഒരു നന്മക്ക് നമുക്കും പടച്ച റബ്ബ് നമുക്കും ഇതിൻ്റെ ഒരു പുണ്യം നൽകാതിരിക്കില്ല. നമുക്കിതെല്ലാം പ്രയോജനപ്പെടുത്താൻ, ഇതെല്ലാം ചെയ്യാൻ പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പടച്ച റബ്ബ് നീക്കി നല്ലൊരു സമാധാനത്തോടെയുള്ള സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ഇഹലോകവും പരലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.